PIFനെതിരെയുള്ള റൊണാൾഡോയുടെ പ്രൊട്ടസ്റ്റ് ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ടാണ് ഈ ഒരു കമ്പനി 4 ടീമുകളെ 4 രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്? ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ കാര്യവും വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഫുട്ബോൾ ഫിനാൻസ് എന്താണ് എന്നത്. രണ്ടാമത്തത് എന്തുകൊണ്ട് 4 ക്ലബ്ബുകൾക്ക് 4 രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 75% ഓണർഷിപ്പ് ഉണ്ടായിട്ടും എല്ലാ ക്ലബിന്റെ 75% ഓണർഷിപ്പ് ഉണ്ട്, എന്നിട്ട് 4 രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തത് റൊണാൾഡോയുടെ ഈ ഒരു പ്രൊട്ടസ്റ്റ് ശരിയാണോ തെറ്റാണോ? ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ആദ്യം ഫുട്ബോൾ ഫിനാൻസ് എന്താണെന്ന് നോക്കാം. എല്ലാ ക്ലബിനും ഒരു വർഷത്തിലും ഇത്ര രൂപയെന്ന് പറഞ്ഞിട്ട് വരുമാനം ലഭിക്കും. അതായത് ഏതൊക്കെ രീതിയിലാണ് വരുമാനം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ്, പിന്നെ നമ്മുടെ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ചിപ്സ് മിച്ചർ എന്ന് പറഞ്ഞ കൂടെ വിൽക്കുന്നില്ലേ അത്, പിന്നെ ഗ്രൗണ്ടിലെ ടിക്കറ്റ്, പിന്നെ അവരുടെ മാച്ചസ് ലൈവ് നമ്മൾ ടി വിയിലൊക്കെ കാണുന്നില്ലേ, ബ്രോഡ്കാസ്റ്റ്, ഇങ്ങനത്തെ രീതിയിൽ കുറേ രീതിയിൽ അവർക്ക് ഇൻകം ലഭിക്കും. ഈ ഒരു ഇൻകം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ക്ലബിന് 100 കോടി രൂപ ഇൻകം ലഭിക്കുന്നു വയ്ക്കുക. ഒരു വർഷത്തിന് 100 കോടി രൂപ അവർക്ക് ഇൻകമായിട്ട് ലഭിച്ചു. ഈ 100 കോടി രൂപയിൽ ഒരു 80 കോടി രൂപ അവിടെ തന്നെ തീരും. അതായത് പ്ലേയേഴ്സിൻ്റെ സാലറി, സ്റ്റാഫിൻ്റെ സാലറി, പിന്നെ ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, പ്ലേയേഴ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവലിങ്, ഇങ്ങനെയുള്ള കുറേ എക്സ്പെൻസസ് ഉണ്ട്, ഫുഡ്, അക്കോമഡേഷൻ, ഇങ്ങനത്തെ എക്സ്പെൻസ് എല്ലാം ആയിട്ട് ഈ ഒരു 80 കോടി രൂപ അവിടെ തന്നെ തീരും. പിന്നെ ഉള്ള 20 കോടി രൂപ ആ ഒരു ഓണേഴ്സിന് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഓണേഴ്സ് എല്ലാവരും കൂടെ മീറ്റിംഗ് ചെയ്തിട്ട് ആ 20 കോടി രൂപയിൽ 10 കോടി രൂപ ഇവിടെ തന്നെ ഇരിക്കട്ടെ, അതായത് ക്ലബിൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇരിക്കട്ടെ. പിന്നെയുള്ള 10 കോടി രൂപയിലായിരിക്കും അവർ വീതം വെച്ചെടുക്കുന്നത്. ഇപ്പോൾ ഫുട്ബോൾ ഫിനാൻസ് എന്താണെന്ന് മനസ്സിലായി കാണും. അതായത് കിട്ടിയിട്ടുള്ളത് 100 കോടി രൂപയാണെങ്കിൽ അതിൽ 80 കോടി രൂപ അവിടെ തന്നെ ചിലവാകും. പിന്നെ ഉള്ള 20 കോടി രൂപ അത് നിങ്ങളുടെ ഓണേഴ്സിന് ലഭിക്കത്തില്ല, ആ ക്ലബിൻ്റെ ഓണേഴ്സിന് ലഭിക്കത്തില്ല. അതിൽ ഒരു 10 കോടി അവിടെ തന്നെ ഇട്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ സമയവും ലാഭം ലഭിക്കണമെന്നില്ല. ചില സമയത്ത് 100 കോടി രൂപ ആയിരിക്കും കിട്ടിയത്, പക്ഷെ 110 കോടി രൂപ ചിലവ് വന്നു കാണും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ക്ലബ്ബ് തൊലഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇവർ ക്ലബിൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടിരിക്കും. അപ്പോൾ ഇതാണ് ഫുട്ബോൾ ഫിനാൻസ് എന്ന് പറയുന്നത്. അവസാനം ഒരു ഇന്ന തുക എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് അതിനെ അവരുടെ ഓണേഴ്സ് 5 ഓണേഴ്സ് ആണെങ്കിൽ 5 പേർക്കായിട്ട് വീതിച്ചങ്ങ് നൽകും. ഇതാണ് ഫുട്ബോൾ ഫിനാൻസ്. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്തിട്ട് കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലായാലേ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. 4 ക്ലബ്ബുകളുടെയും 75% ഓണർഷിപ്പ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് 4 ക്ലബിന് ഈക്വലായിട്ട് ഈ ഒരു കമ്പനി ട്രീറ്റ് ചെയ്യുന്നില്ല? 4 ക്ലബിന് ഈക്വലായിട്ട് എന്തുകൊണ്ട് ഫണ്ട് നൽകുന്നില്ല? നമുക്ക് നോക്കാം. അതായത് 2023 PIF എന്ന് പറയുന്ന കമ്പനി ഈ ഒരു 4 സൗദി അറേബ്യൻ ക്ലബിനെയും അവരുടെ 75% ഓണർഷിപ്പ് സ്വന്തമാക്കിയത്. അപ്പോൾ ആ ഓണർഷിപ്പ് സ്വന്തമാക്കാനുള്ള കാരണം അവരുടെ ഒരു പ്രോജക്റ്റാണ്. 2030 വരെയുള്ള ഒരു പ്രോജക്റ്റ്, 2030 വേൾഡ് കപ്പ് സൗദിയിൽ വെച്ച് നടത്താനുള്ള ആ ഒരു പദ്ധതി, അതിനെ തുടർന്ന് സൗദി ലീഗിനെ വളർത്തുക എന്ന ലക്ഷ്യമായിരുന്നു. അപ്പോൾ 2023 അവർ ആ ഒരു ക്ലബിൻ്റെ 75% സ്വന്തമാക്കുന്ന സമയത്തുണ്ടല്ലോ, ആ ക്ലബിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് യൂറോപ്പിലെ ആ ടോപ്പ് 5 ലീഗിൽ കളിക്കുന്ന പല ലീഗിലെയും മിഡ് ടേബിൾ ടീമുണ്ടല്ലോ, അതായത് ആ ഒരു ടേബിളിൻ്റെ പകുതിക്ക് താഴോട്ട് കിടക്കുന്ന ടീമുകൾ, അവിടെ ഉള്ള ടീമുകളെക്കാൾ മോശമായിരുന്നു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. 100 കോടി 50 കോടിയൊക്കെ കിട്ടുന്നുള്ളായിരുന്നു ആവറേജ്. ആ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ചില ടീമുകൾ ഫിനാൻഷ്യലി വളരെ മോശമായിരുന്നു, ലോസിലായിരുന്നു, അതായത് നഷ്ടത്തിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഇവർ 75% സ്വന്തമാക്കിയിട്ടുള്ളത് ഈ 4 ടീമിൽ. അപ്പോൾ 75% സ്വന്തമാക്കുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഇൻകം ഒന്നും ലഭിച്ചിട്ടില്ല. ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് 2030 വലിയ രീതിയിലുള്ള ഒരു റവന്യൂ നേടിയെടുക്കുക, ഈ ഒരു ലോങ് ടേം പ്രോജക്റ്റാണ്. അപ്പോൾ അതാണ് ഇവരുടെ പദ്ധതി. ഇനി നമ്മൾ നോക്കേണ്ടത് 4 ടീമിന് എന്തുകൊണ്ടാണ് 4 രീതിയിൽ ഇവർ പൈസ സ്പെൻഡ് ചെയ്യുന്നത് എന്നതാണ്. അതായത് ഇവർ ഒരു ബിസിനസ് കമ്പനിയാണ്. ഈ കമ്പനിയെ സംബന്ധിച്ച് ഇവർക്ക് വേണ്ടത് എന്താണ്? വലിയ രീതിയിലുള്ള ഏണിങ്സാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ടീമിനെയും 4 വ്യത്യസ്ത കമ്പനിയായിട്ടാണ് ഇവർ കാണുന്നത്. അപ്പോൾ ഇവർ പൈസ അങ്ങോട്ട് ഇടുമ്പോൾ ഇവർക്ക് ലാഭം ലഭിക്കും. അപ്പോൾ ലാഭത്തിന് ഏത് ടീമിലാണോ കൂടുതൽ ലാഭം ലഭിക്കുന്നത്, ഏത് ടീമാണോ കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത്, ആ ടീമിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ മനസ്സിലായി കാണും അൽ ഹിലാലിന് എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിച്ചത് എന്ന്. 2023 മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 ശേഷം അവർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് അത് നേടിയിട്ടുണ്ടായിരുന്നു, അവരുടെ ലീഗ് ട്രോഫി നേടിയിട്ടുണ്ടായിരുന്നു, ക്ലബ് വേൾഡ് കപ്പിൽ വരെ അവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് വരുമാനം കിട്ടി. ക്ലബ് വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജ് കളിച്ച ടീമുകൾക്കെല്ലാം വലിയ രീതിയിലുള്ള തുക ഫിഫ നൽകിയിട്ടുണ്ടായിരുന്നു, വലിയ രീതിയിലുള്ള അമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ലാഭം ആ ഒരു ക്ലബിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു.
2025 കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 മാത്രം ഈ ഒരു അൽ ഹിലാൽ എന്ന് പറയുന്ന ക്ലബിന് $340 മില്യൺ വരുമാനം ലഭിച്ചിട്ടുള്ളത്. ഇനി അതേസമയം അൽ നാസറിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ $115 മില്യൺ. എത്രത്തോളം വ്യത്യാസമുണ്ട് എന്ന് കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് ഇവരെ സംബന്ധിച്ച് ഇവർ കൂടുതൽ പൈസ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഇപ്പോൾ വേറെ ഒന്നും വേണ്ട, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് 4 കടയുണ്ട്. ഈ 4 കടയിൽ ഒരു കടയിൽ കൂടുതൽ കച്ചവടം നടക്കുമ്പോൾ ആ കടയിൽ നിങ്ങൾ കൂടുതൽ സാധനം വാങ്ങിച്ചു വയ്ക്കും, ആ കടയിൽ കൂടുതൽ പൈസ മുടക്കും. കാരണം എന്താ? അവിടെ കൂടുതൽ ലാഭം കിട്ടുന്നു, കൂടുതൽ കച്ചവടം നടക്കുന്നു. അതേ സെയിം കോൺസെപ്റ്റാണ് അൽ ഹിലാലിനെ സംബന്ധിച്ച്. അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അൽ നാസറിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ശേഷം അവർക്ക് ട്രോഫീസ് ഒന്നും ലഭിച്ചിട്ടില്ല. അതിന് കാരണം റൊണാൾഡോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, റൊണാൾഡോ വളരെ മികച്ച പെർഫോമൻസ് നടത്തുന്നുണ്ട്. അദ്ദേഹം ഗോൾഡൻ ബൂട്ടൊക്കെ സ്വന്തമാക്കി. അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്നത് ഗോൾ അടിക്കുക എന്നതാണ്. അദ്ദേഹം ഗോൾ അടിച്ച് കൂട്ടുന്നുണ്ട്. പിന്നെ ടീമിന്റെ നേട്ടം, ടീമിന് ഒരു ട്രോഫി നേടുക എന്ന് പറയുന്നത്, നല്ല ടീമുണ്ടെങ്കിൽ ട്രോഫി നേടാനൊന്നും കഴിയത്തില്ല. 2002 അവസാനമായിട്ട് ബ്രസീൽ വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. ബ്രസീലിന്റെ സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സ്ക്വാഡാണ്. എന്നിട്ട് അവർക്ക് ഈ കഴിഞ്ഞ വേൾഡ് കപ്പിലൊന്നും അവർക്ക് ഫൈനലൊന്നും കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ലെക്ക് എന്ന് പറഞ്ഞ സാധനം കൂടെ ഉണ്ട്, അതില്ല അൽ നാസർ. അതാണ് സംഭവം. അല്ലാതെ അവരുടെ പെർഫോമൻസ് മോശമെന്ന് ഞാൻ പറയത്തില്ല. റൊണാൾഡോ നല്ല രീതിയിലാണ് കളിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് നേട്ടങ്ങൾ കുറവാണ്. അത് മാത്രമല്ല അവർക്ക് വരുമാനവും കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ബിസിനസ് റൂൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അൽ ഹിലാലിന് കൂടുതൽ എമൗണ്ട് ലഭിക്കും. ഏത് ടീമിനാണോ കൂടുതൽ വരുമാനം ഉള്ളത് ആ ടീമിന് കൂടുതൽ എമൗണ്ട് ലഭിക്കും എന്നതാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ 4 ക്ലബ്ബ് എടുക്കണ്ട, നമുക്ക് 2 ക്ലബിനെ എടുക്കാം, അൽ ഹിലാലും അൽ നാസർ. ഈ അൽ ഹിലാലിന്റെ ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് 100 കോടി രൂപയാണെന്ന് വെക്കുക. അൽ നാസറിന്റെ ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് 100 കോടി രൂപ. 2 പേരുടെയും 100 കോടി രൂപ. അപ്പോൾ മൊത്തം 200 കോടി രൂപ വരുമാനം 2 ടീമും കൂടെ ഉണ്ടാക്കി. ഇതിന്റെ ഈ ഒരു വരുമാനത്തിൽ എക്സ്പെൻസ് ഒക്കെ ഉണ്ടല്ലോ, എക്സ്പെൻസ് ഒക്കെ പോകും. എക്സ്പെൻസ് എല്ലാം പോയിട്ട് ഇവരുടെ ഈ പ്രോഫിറ്റ് മാത്രമാണ് 100 കോടി രൂപ. എക്സ്പെൻസ് എല്ലാം പോയി 100 കോടി രൂപ പ്രോഫിറ്റ്. ആ 100 കോടി രൂപ ഇവര് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള അതായത് ഇവരുടെ ഓണേഴ്സിന് നൽകുകയാണെങ്കിൽ വെക്കുക, അങ്ങനെയാണെങ്കിൽ 75 കോടി രൂപ ആർക്ക് പോകും? ഈ ഒരു PIF-ന് പോകും. ബാക്കി 25 കോടി രൂപയായിരിക്കും മറ്റുള്ള ആൾക്കാർക്ക് പോകുക. അതായത് അവരുടെ പ്രോഫിറ്റിൽ 75 കോടി രൂപ PIF-ന് പോകും. അപ്പോൾ 2 ടീമിന്റെ പ്രോഫിറ്റിൽ നിന്ന് 75 എത്തി. അപ്പോൾ മൊത്തം എത്രയായി? 150 കോടി രൂപ. ഈ 150 കോടി രൂപയെ ഇവർ 2ആയിട്ട് പകുത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ 75 കിട്ടും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റൊണാൾഡോയുടെ പ്രൊട്ടസ്റ്റിന് ഒരു അർത്ഥവുമില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒരു സൈഡിന്, അതായത് അൽ ഹിലാലിന് 80 കോടി രൂപയും അൽ നാസറിന് 70 കോടി രൂപയും നൽകി കഴിഞ്ഞാൽ റൊണാൾഡോ എന്നല്ല ആരും പ്രൊട്ടസ്റ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75 കോടി രൂപ കൊടുത്തു, കിട്ടിയത് 70 കോടി രൂപ, അപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടുത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇവിടെ വലിയൊരു എമൗണ്ട് അൽ ഹിലാലിന് കിട്ടുന്നുണ്ട്. ആ എമൗണ്ട് ഇന്ന് വലിയൊരു ലാഭം ആ കമ്പനിക്ക് കിട്ടുന്നുണ്ട്. ആ ലാഭമാണ് ഇവർ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ ടീമിനും ഒരേ ലെവൽ പ്രോഫിറ്റ് ലഭിച്ചാൽ, ഒരേ അളവിൽ പ്രോഫിറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എല്ലാ ടീമിനും അതേ അളവിൽ കൊടുക്കണം. റൊണാൾഡോ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ ടീമിനും ഒരേ അളവിലല്ല പ്രോഫിറ്റ് ലഭിക്കുന്നത്. ഓരോ ടീമിനും ഓരോ അളവിൽ പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ലഭിച്ച ടീമിന് കൂടുതൽ എമൗണ്ട് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, 4 ടീമിന് 400 കോടി രൂപ, അതായത് 100, 200, 300, 400 കോടി രൂപ ലഭിച്ചു. ഈ 400 കോടി രൂപയിൽ നിന്ന് ഈ ഒരു കമ്പനിയിലേക്ക് 400 കോടി രൂപ പോയി നോക്കിയാൽ, അപ്പോൾ അവർ തിരിച്ച് എല്ലാ ടീമിനും 100, 100, 100 എന്ന് കൊടുത്താൽ കറക്റ്റാണ്. അതേസമയം ഒരു ടീമിൽ 200, ഒരു ടീമിൽ 300, ഒരു ടീമിൽ 500, അങ്ങനെ മാറി മാറി വരുന്നു. അങ്ങനത്തെ സാഹചര്യത്തിൽ എല്ലാത്തിനെയും കൂടെ കൂട്ടിയിട്ട് കറക്റ്റായിട്ട് വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള ടീമിന് അതിനനുസരിച്ച് കൂടുതൽ എമൗണ്ട് കിട്ടത്തില്ല. അവർ കൊടുത്ത എമൗണ്ട് കിട്ടത്തില്ല, അതിലൂടെ കുറവായിരിക്കും കിട്ടുന്നത് എല്ലാ ടീമിനെ ഒരേപോലെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രൊട്ടസ്റ്റിൻ്റെ ഒരു ആവശ്യമില്ല എന്നതാണ്. മൂന്നാമത്തെ അവസാനത്തെ പോയിന്റ്, റൊണാൾഡോയുടെ ഈ ഒരു പ്രൊട്ടസ്റ്റ് ശരിയാണോ തെറ്റാണോ? ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇമോഷനാണ്, എല്ലാ ഫാൻസിനും ഇമോഷനാണ്. അതുപോലെ റൊണാൾഡോയ്ക്ക് ഇമോഷനാണ്. ഒരു ഇമോഷണൽ ഡിസിഷൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ 100% ശരിയാണ്. ഫാൻസ് എല്ലാവരും ഈ ഒരു വീഡിയോ ഇപ്പോൾ കണ്ടിട്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് റൊണാൾഡോയുടെ ആ ഒരു ഡിസിഷൻ 100% ശരിയാണെന്നല്ലേ? കാരണം എന്താ? നമ്മൾ ഫാൻസാണ്. നമ്മളെ സംബന്ധിച്ച് ഫുട്ബോൾ ഇമോഷനാണ്. ഇമോഷണലി നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട്ടിൽ 4 പിള്ളേരുണ്ടെങ്കിൽ 4 പേരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക എന്നതാണ് ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ 4 ടീമിനെ ഒരേപോലെ ട്രീറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഇമോഷൻ.
അപ്പോൾ ഇമോഷണലി അദ്ദേഹത്തിന്റെ ഡിസിഷൻ കറക്റ്റ് ആണ്, ഒരു സ്പോർട്സ്മാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഡിസിഷൻ കറക്റ്റ് ആണ്. എന്നാൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ബിസിനസ് റൂൾ അനുസരിച്ച് എവിടെ ലാഭം കിട്ടുന്നോ അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും എന്നതാണ് റിയാലിറ്റി. അപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ PF കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഇവർ പറഞ്ഞ് സോൾവ് ചെയ്യും. പിന്നെ ഇവർ യൂറോപ്പിലേക്ക് പോകുന്നു, അവിടേക്ക് പോകുന്നു, ഇവിടേക്ക് പോകുന്നു പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഒരു കാര്യമില്ല, അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരുന്ന സമ്മറിൽ ഇപ്പൊ എന്തെങ്കിലും ഈ ട്രാൻസ്ഫർ വിൻഡോയിലൊന്നും നടക്കാൻ പോകുന്നില്ല, സമ്മറിൽ എന്തെങ്കിലുമൊക്കെ നടന്നാലേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക, മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരു വീഡിയോ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ടാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനുള്ളൊരു ക്ഷമ ഉണ്ടല്ലോ, കാരണം എൻ്റെ അവതരിപ്പിക്കുന്ന ആ ഒരു സ്കില്ലൊക്കെ വലിയ ലോകോത്തര നിലവാരമൊന്നുമില്ല, ഞാനിപ്പോൾ തുടങ്ങിയിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ അത് സഹിച്ചിരുന്നല്ലോ, കറക്റ്റായിട്ട് മനസ്സിലായി കാണുമല്ലോ. ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടേൽ.